വരൂ ഗായ്സ്, ഐറാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കക്കിരിക്ക പച്ചടി തയ്യാറാക്കിയാൽ, അഥവാ കക്കിരിക്ക പെരക്ക്. കക്കിരിക്കയുടെ ചൊട്ട് ഇതുപോലെ മുറിച്ച് കളയണം. എന്നിട്ട് കക്കിരിക്ക ഇതുപോലെ വരഞ്ഞ് ചെറുതായി തരിച്ചിടണം. ഇതുപോലെ ചെറുങ്ങനെ തരിച്ചിടണം. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടും പ്രശ്നമില്ല. ഇതുപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് തരിച്ചിട്ട കക്കിരിക്ക. ഇതിന് ആവശ്യമായ സാധനം അരമുറി തേങ്ങയുടെ ഞാൻ പകുതി ഭാഗമാണ് എടുത്തത്. കക്കിരിക്ക എത്ര ഉണ്ട് അതിനനുസരിച്ച് തേങ്ങ മുറി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കാന്താരി 2 കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കുക കാന്താരിക്ക് പകരം. ആവശ്യത്തിന് ഉപ്പും 1/2 ഗ്ലാസ് തൈരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് ഇത്, വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. പകുതി അരിഞ്ഞതിന് ശേഷം നമുക്ക് പച്ചക്കടുക് ചേർത്ത് കൊടുക്കണം. പകുതി അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചക്കടുക് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അധികം അരച്ചെടുക്കൊന്നും വേണ്ട, ഒരു തരി പോലെ വേണം. അരച്ചെടുത്ത അരപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി ഇതാക്കി കൊടുക്കുക. ഇതുപോലെ ഒരു ചട്ടി എടുത്ത് നമുക്കിതിന് കടുക് പൊട്ടിക്കണം. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുക്കണം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്ത് അതുപോലെ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ കക്കിരിക്ക കൂട്ടിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് പാകത്തിന് ഇതായിട്ടുണ്ട്. നമുക്ക് കക്കിരിക്ക കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് സദ്യക്കെല്ലാം കാസർഗോഡുകാർക്ക് നിർബന്ധമായ ഒരു റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.